ഹായ്, മരിച്ചുപോയ അർജുൻ്റെ സ്റ്റോറിയാണ്. ഞാൻ കുറേ അധികം വീഡിയോസ് അതിൻ്റെ അകത്ത് കാണുന്നുണ്ട് കേട്ടോ. വാസ്തവത്തിൽ ഇതിനകത്ത് ആ പറഞ്ഞ വ്യക്തി ഒരു ഇസ്ലാം മതവിഭാഗത്തിൽ ജനിച്ചു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് തീവ്രമായ സംഘികളുടെ ആക്രമണം നേരിട്ട മനുഷ്യൻ മനാഫ്, അയാളെ പറ്റിയാണ്. എനിക്കിതിൻ്റെ സത്യാവസ്ഥ എനിക്ക് കൃത്യമായി ബോധ്യപ്പെട്ടില്ല. പലരും പല അഭിപ്രായം പറയുന്നുണ്ട്. പക്ഷെ പേഴ്സണലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇസ്ലാം വിഭാഗത്തിലുള്ളവർ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് ഇതിലേക്ക് വിരൽ ചൂണ്ടുന്നത്. കമാൽ പാഷ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കൃത്യമായി നിയമവശങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട്. അതായത് വണ്ടി നഷ്ടപ്പെട്ടു പോയി എന്നുള്ളത് തെളിവാണല്ലോ. CCTV ഒക്കെ എടുത്തു കഴിഞ്ഞാൽ വണ്ടി പാസ് ചെയ്തത് കാണാം. അതിൻ്റെ മുമ്പിൽ ഒരു ഡിസാസ്റ്റർ നടന്നിരിക്കുന്നു, അതിൽ മിസ്സായിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കലി പുള്ളിക്ക് അതിൻ്റെ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാന്നുള്ളതേ ഉള്ളൂ, ഈസി ആയിട്ട് കിട്ടും. പക്ഷേ അവിടെ തന്നെ തമ്പടിച്ച് ഈ പറയുന്ന രീതിയിലുള്ള യന്ത്രോപകരണങ്ങൾ കൊണ്ടുവരാനുള്ള സമ്മർദ്ദം ചെലുത്തി ഇത് കൊണ്ടുവന്ന് ആ ബോഡി വീണ്ടെടുക്കാൻ പുള്ളി എടുത്ത എഫർട്ടിൻ്റെ പിറകിൽ അദ്ദേഹത്തിനുണ്ടായ മാനഹാനി തന്നെയാണ്. അതിനേക്കാൾ ഉപരി അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ വ്യക്തിയെ അത്രത്തോളം ചേർത്ത് പിടിച്ചിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. പിന്നെ ഇതിനകത്ത് സിസ്റ്ററിൻ്റെ കാര്യവും കുറേ അധികം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കുറേ കഥകൾ വരുന്നുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ തീവ്രമായി കുറച്ച് കാലങ്ങളായി, ഒരുപാട് വർഷങ്ങളൊന്നുമില്ല, കുറച്ച് കാലങ്ങളായി രാഷ്ട്രീയ പ്രേരിതമായിട്ട് നടക്കുന്ന ഒരു വൾഗർ സിറ്റുവേഷനാണ് ഈ ഒരു ഇതിനകത്ത് കൂടെ റിവീലാകുന്നത്. ഒരുപാട് വിഷയങ്ങൾ നമ്മൾ എടുത്തു പറയുമ്പോഴൊക്കെ മതമേതാ അവൻ മുസ്ലിമാണോ, എന്നാൽ നമുക്ക് അങ്ങോട്ട് തീവ്രവാദി, അത് ഇത് എന്ന രീതിയിൽ നമുക്ക് ആ രീതിയിൽ കോൺട്രി ചെയ്യാം എന്നൊരു ടേമുണ്ട്. അതേപോലെ തന്നെ ഇസ്ലാമിയർ ചെയ്യുന്ന ഒരു വലിയ തെറ്റെന്താണെന്ന് അറിയാമോ? അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരുത്തൻ തെറ്റ് ചെയ്താൽ അതിനെ ന്യായീകരിക്കാനും അതങ്ങനെയല്ല ഇങ്ങനെയാണ്, അത് ഓക്കെയാണ് എന്ന് പറയാനും ഒരു ശ്രമം നടത്താറുണ്ട്. സ്വാഭാവികമായും ഇത് കാണുമ്പോൾ മറ്റുള്ളവർക്കും ഇസ്ലാമിലുള്ളവർക്ക് പോലും അവജ്ഞയും വെറുപ്പും തോന്നുന്ന ഒരു രീതി ഉണ്ട് എന്നുള്ളത് വസ്തുത. ഈ വിഷയത്തിൽ പല പ്രാവശ്യം പലാവർത്തി പറഞ്ഞൊരു കാര്യമാണ്. ഇസ്ലാമിനെ അവഹേളിക്കാൻ കൂട്ടുനിൽക്കുന്നത് ഇസ്ലാമിയർ തന്നെയാണ്, അല്ല പുറത്തുനിന്ന് ആരുമല്ല. അവർ ചെയ്യുന്ന ചെയ്തു ദോഷത്തിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് മാത്രമാണ് അവരിൽ ചിലർക്ക് ഇതുപോലുള്ള പീഡനങ്ങളും അപമാനങ്ങളും അനുഭവിക്കേണ്ടി വരുന്നത്. നമ്മുടെ രാജ്യത്തെ സ്വാതന്ത്ര്യം, നമ്മുടെ രാജ്യത്തെ ഭരണഘടന അനുശാസിക്കുന്ന എല്ലാവിധത്തിലുള്ള അവകാശങ്ങളും നേടിയെടുക്കാൻ നമുക്ക് പല രീതിയിൽ തലകുനിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥയുണ്ട് എന്നുള്ളത് വസ്തുത. ഇസ്ലാമിയരുടെ കാര്യമാണ്. അതിൻ്റെ മെയിൻ റീസൺ ഇവരിങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിച്ചു കൊടുക്കാൻ വേണ്ടി കുറേ മനുഷ്യരുണ്ട് തന്നെയാണ്. കള്ളത്തരങ്ങളും ഇതുപോലുള്ള കുറേ അധികം ക്രിയാത്മകമായിട്ടുള്ള ഒരുതരം തോന്നിവാസങ്ങളും ഒക്കെ തന്നെയാണ് ഇതിലേക്ക് അവരെ കൊണ്ട് എത്തിക്കുന്നു എന്നുള്ള വസ്തുത. അർജുൻ്റെ വിഷയത്തിൽ എനിക്ക് അറിയത്തില്ല അർജുനുമായിട്ട് അയാൾക്ക് പേഴ്സണൽ ബന്ധമുണ്ടായിരുന്നോ, അതൊന്നും അറിയത്തില്ല. മകനോട് അച്ഛനോട് ഞാൻ കൊടുത്തു വിടാം എന്നൊക്കെ അങ്ങനെയുള്ള കുറേ ഇമോഷണൽ കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. ഞാൻ അതൊന്നും കാര്യമാക്കുന്നില്ല. അത് ഞാൻ പറഞ്ഞല്ലോ. അപ്പം അതൊക്കെ കുറച്ചുകൂടെ ഗിമിക്കായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഞാൻ അതിനകത്ത് ഫുള്ളി ഞാൻ അത് എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ മനാഫ് എന്ന വ്യക്തിയെ അധിക്ഷേപിച്ച രീതിയിൽ കുറേ സംഘികൾ വളരെ ക്രൂരമായിട്ട് അയാളെ മോശം പറയുന്നുണ്ടായിരുന്നു, വളരെ ക്രൂരമായിട്ട്. പ്രത്യേകിച്ച് അറിയാമല്ലോ, സംഘികളുടെ സപ്പോർട്ട് പറയുന്ന കുറേ ഇസ്ലാമിസ്റ്റുകളായിരുന്ന, മുൻപ് തീവ്ര ഇസ്ലാം മതത്തിൽ വിശ്വസിച്ചിരുന്നവർ, ഇപ്പോൾ എക്സ് മുസ്ലിംസ് ആയവർ പോലും എടുത്ത് വെച്ച് അങ്ങ് പറയുന്നുണ്ടായിരുന്നു. അതിൻ്റെ മെയിനായിട്ട് പറഞ്ഞാൽ കള്ളക്കടത്ത് നടത്തിയിരുന്നു, കള്ളത്തടി കൊണ്ടുപോകുന്നിടത്ത് പിടിക്കപ്പെട്ടിട്ടുണ്ടാവും, അത് മറച്ചു വെക്കാൻ അല്ലെങ്കിൽ ആ കള്ളത്തടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കൊണ്ട് തള്ളിയതായിരിക്കും. ഒരുപാട് 100 കാര്യങ്ങൾ പറഞ്ഞിട്ട് അപ്പം അയാളെ ഭയങ്കര മോശമായിട്ട് അവഹേളിക്കേണ്ടതെന്ന് സോഷ്യൽ മീഡിയയിൽ കൂടെ തന്നെ. സത്യത്തിൽ ഇത്തരക്കാർക്കെതിരെയാണ് ശരിക്കും പറഞ്ഞാൽ പരാതികൾ എടുക്കേണ്ടതും. പരാതികളെന്ന് മാത്രമല്ല, ഇതിനെതിരെ ശക്തമായി കർശനമായ നിയമ നടപടികൾ ഉണ്ടാകുകയും വേണ്ടത്. പക്ഷെ എന്ത് ചെയ്യാം, ന്യൂനപക്ഷ പ്രീണനം എന്നൊക്കെ നമ്മൾ വിശ്വസിച്ചിരിക്കുന്ന ഈ ഗവൺമെൻറ് പോലും അവർക്ക് എഗൻസ്റ്റ് ആണെന്ന് അവരുടെ ചില പ്രവർത്തികളിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. സോ ഓൾ ഇൻ ടോട്ടൽ അയാളുടെ എഫർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ പറഞ്ഞ അർജുൻ്റെ ബോഡി കണ്ടെത്തിയിട്ടുള്ളത്. ബോഡി കണ്ടെത്തുക എന്നുള്ളത് ഒരു കിട്ടിയില്ലെങ്കിലും അവർക്ക് കിട്ടേണ്ട അലവൻസ്, അതായത് ഇപ്പം വൈഫിന് ജോലി കിട്ടിയിട്ടുണ്ട്, ബോഡി കിട്ടുന്നതിന് മുമ്പ് തന്നെ ജോലി കിട്ടിയിട്ടുണ്ട്, അതേപോലെ നഷ്ടപരിഹാര തുക കിട്ടും, ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പറ്റും. അങ്ങനെ എല്ലാ രീതിയിലും ഇവരൊക്കെ സേഫ് സോണിൽ നിന്നിട്ട് പോലും ഈ ബോഡി കിട്ടണം, അതിനകത്ത് അവനുണ്ട് എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം അയാളെ കൊണ്ടത് ചെയ്യിച്ചു എന്നുള്ളതിൻ്റെ അതിന് ഉള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഇത്തരത്തിലുള്ള അവഗണനയും ഇത്തരത്തിലുള്ള വൃത്തികേട് പറച്ചിലുകളുമാണ്. ഇത് ഓരോ മനുഷ്യർക്കും ബാധകമാണ്. എന്തുകൊണ്ടെന്നറിയാമോ? നമ്മൾ ആ ഒരു ലെവലിലേക്ക് താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ജാതീയത പറയുകയും വർഗീയത പറയുകയും ചെയ്യുന്നതിനെതിരെ ശബ്ദിക്കാതെ അത് പറയുന്നവരെ, അത് ചൂണ്ടിക്കാണിക്കുന്നവരെ ഒറ്റപ്പെടുത്തുകയും അപകടകരമായ രീതിയിൽ അവരെ ആക്രമിക്കുകയും ചെയ്യുമ്പോൾ സപ്പോർട്ട് പറയുന്നവർ പോലും മാറി നിന്ന് പോകും. കാരണം ഒരു
ചെറിയ രീതിയിലെങ്കിലും നമ്മളത് കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുക്കാൻ സാധിക്കാത്തടത്ത് നമുക്കത് പറഞ്ഞു ഫലിപ്പിക്കാനാകത്തില്ല. ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ സവാദിനെ പോലുള്ള ഒരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്തത് ഇസ്ലാമിയരായിരുന്നു. സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റില്ലായിരുന്നു, അമ്മാതിരി തെറിവിളിയായിരുന്നു സവാദിനെ പോലുള്ള ഒരുത്തനിക്ക് വേണ്ടിയിട്ട്. സവാദ് ആരാണെന്ന് അറിയത്തില്ലേ? ബസ്സിലിരുന്നു കൊണ്ട് സ്വയംഭോഗം ചെയ്ത ഒരുത്തനാണ്. കൈയോടൊരു പെങ്കൊച്ചു പൊക്കി. ആ പെൺകുട്ടിയെ പറയാനൊന്നുമില്ല ഈ മുസ്ലിംസും. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ താമസിക്കുന്നത് ഒരു മതേതര രാജ്യത്താണ്, മിക്സഡ് കമ്മ്യൂണിറ്റിയാണ്. ഇവിടെ മറ്റു മതവിഭാഗങ്ങളിലുള്ളവർക്ക് ജീവിക്കാനും അവരുടെ വസ്ത്ര സ്വാതന്ത്ര്യത്തിലൊന്നും ഇടപെടാൻ നമുക്ക് അധികാരമില്ല. ആ കുട്ടിയുടെ ഡ്രസ് കോഡ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രൊഫഷനെ ഓറിയൻറ്റ് ചെയ്ത് അതിട്ടിരുന്ന ഡ്രസ്സിനെയാണ് ഇവരെടുത്തു വെച്ച് പറഞ്ഞത്. ഇവരുടെ കൂട്ടക്കാരൊക്കെ പൊതിഞ്ഞു പറക്കിക്കൊണ്ട് നടക്കുന്നു. അതുകൊണ്ട് എല്ലാവരും അത് ചെയ്യണം എന്നൊരു നിഷ്ഠയിലേക്കാണ് അവരെത്തിയത്. ഒരിക്കലും നമുക്കത് നിഷ്കർഷിക്കാനാകത്തില്ല. ഇസ്ലാം മതം പറയുന്നത് തന്നെ അതാണ്, ഒന്നും നിർബന്ധിക്കരുത് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുകയും സ്ത്രീകൾക്ക് അവഗണന കൊടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ രാജ്യം അനുവദിക്കപ്പെട്ടിരിക്കുന്ന അവകാശങ്ങളിൽ പെടുന്ന ഒരു കാര്യമാണ് ഇസ്ലാം നിഷേധിക്കുന്നത്. അങ്ങനെയുള്ളവർ അവരുടെ മതരാജ്യത്തേക്ക് പോകുന്നതാണ് നല്ലതെന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. മതരാജ്യത്തേക്ക് പോകേണ്ട ആവശ്യം വരുന്നത് എപ്പോഴാണെന്നറിയാമോ? മതം മറ്റുള്ളവരിലേക്ക് ഇഞ്ചക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ്. ആ ഇഞ്ചക്ഷനാണ് ഏറ്റവും കൂടുതൽ തിരിച്ചടിച്ച് കിട്ടുന്നത്. റിവേഴ്സിൽ നിങ്ങൾക്ക് ബാക്ക് ഫയർ ചെയ്യണമെന്ന് എന്നുള്ളതാണ് വസ്തുത. പിന്നെ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് പകരം അവർക്ക് ബിസിനസ് ഇട്ടുകൊടുക്കും. ഏറ്റവും കൂടുതൽ കച്ചവടത്തിൽ ശോഭിക്കുന്ന ആൾക്കാരാണെന്ന് വെച്ചാൽ ഇസ്ലാം വിഭാഗത്തിലുള്ളവരാണ്. അവർക്ക് പഠനത്തിനേക്കാൾ ഉപരി അവർ മദ്രസകൾക്ക് പ്രിയോറിറ്റി കൊടുക്കുന്നു, അതിന് വാല്യൂ കൊടുക്കുന്നു. പഠനം എന്ന് പറയുമ്പോൾ സ്കൂൾ തലങ്ങൾ നിർബന്ധ വിദ്യാഭ്യാസം ഏർപ്പെടുത്തിയിരിക്കുന്ന ഇന്ത്യൻ പൗരന് അത് കമ്പൽസറിയാണ്. 10th വരെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ആരെങ്കിലും കുട്ടികളെ പഠിപ്പിക്കാതിരിക്കുകയാണെങ്കിൽ ആ പേരൻസിനെതിരെ പരാതി നൽകാം, ആ പേരൻസിനെതിരെ നിയമ നടപടി ഉണ്ടാകും തീർച്ചയായിട്ടും. അങ്ങനെയുള്ള ഒരു രാജ്യത്താണ് അവർ ഈ കുട്ടികളെ മദ്രസ പഠിത്തം മാത്രം മതി എന്ന രീതിയിലേക്ക് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ഒരു സിസ്റ്റമുണ്ട്, മദ്രസയിൽ തന്നെ കോളേജും അതേപോലുള്ള ഒരു സംവിധാനം കൊണ്ടുപോയി പാരലായിട്ട് അവർ മറ്റൊരു സർക്കാർ തന്നെ അവർ രൂപീകരിച്ചു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കൊണ്ട് ഇവർ ശക്തരാകുമെന്നാണ് ഇവരുടെ തെറ്റിദ്ധാരണ. ഒരിക്കലുമില്ല. നമ്മൾ ഒരു സമൂഹത്തിൽ ജീവിക്കും. ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ പറയുന്നതാണ്, കുറച്ചുകൂടെ സ്ത്രീകൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടുള്ള ഒരിതാണ്. നമ്മൾ ഒരിടത്തേക്ക് വിവാഹം കഴിച്ചു പോകുന്നു. നമ്മളുടെ വീട്ടിലെ ജീവിത രീതികളോ ചര്യകളോ ഒന്നുമായിരിക്കത്തില്ല പോകുന്നിടത്ത്. പക്ഷെ നമ്മൾ അവിടെ അഡ്ജസ്റ്റ് ആവും. എങ്ങനെ അഡ്ജസ്റ്റ് ആവും? നമ്മളുടെ അതേ ടൈം അവിടെ കൊണ്ടുവന്ന് ഫോളോ ചെയ്യാൻ പറ്റുമോ? നമ്മളുടെ വീട്ടിലുള്ള ആ ഒരു ഫെസിലിറ്റീസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് കുറഞ്ഞു എന്ന് വെച്ച് നമുക്കത് പരാതി പറഞ്ഞ് അതും ഇല്ല അവിടെ നിൽക്കുള്ളൂ പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ ആ ഒരു സിറ്റുവേഷനെ അഡാപ്റ്റ് ചെയ്യും, അതിനനുസരിച്ച് നമ്മൾ ജീവിക്കും. അതേപോലെ തന്നെയാണ് ഇന്ത്യയുടെ ഇവിടുത്തെ രീതികളെ അക്സെപ്റ്റ് ചെയ്യുകയും അതിനനുസരിച്ച് ജീവിക്കാനും തയ്യാറാകാത്തിടത്തോളം ഈ രീതിയിലുള്ള അപരവൽക്കരണം നിങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ളതാണ് വസ്തുത. മനാഫിനെ പോലെയുള്ള ഒരുപാട് വിക്ടിംസ് ഇനി ഇവിടെ വരാനിരിക്കുന്നു. ഒരു പക്ഷേ മനസാന്നിധ്യവും കുടുംബക്കാരുടെ സപ്പോർട്ടും കൊണ്ടായിരിക്കും അയാൾ ജീവിച്ചു തന്നെ ഇരുന്നത്. അല്ലെങ്കിൽ ഇത്രയധികം മോശമായ രീതിയിലുള്ള അലിഗേഷൻസ് വരുമ്പോൾ സൂയിസൈഡ് ചെയ്യാനുള്ള ടെൻഡൻസിയാണ് കൂടുതൽ കാണിക്കുക. തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെ ചെയ്യും. കാരണം അത്രയധികം സ്നേഹിച്ച, ചേർത്ത് പിടിച്ച, കൂട്ടുകാരനെ പോലെ കണ്ട അയാളുടെ പിന്നെ ഒരു വർക്ക് ചെയ്യുന്ന ആള് ഇതേപോലെ രീതിയിലൊരു അപകടത്തിൽ മരണപ്പെടുമ്പോൾ അയാൾ ഒളിപ്പിച്ചു വെച്ചതാണെന്നും കള്ളക്കടത്തുകാരനാണെന്നും കൊലപാതകിയാണെന്നും ഒക്കെ ഉള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ അതെത്ര ഭയാനകമാണെന്ന് ഓർത്തു നോക്കൂ. ഇവനും കുടുംബമുണ്ടേ. മനാഫ് എന്ന് പറയുന്ന വ്യക്തിക്കും കുടുംബമുണ്ട്, അവർക്ക് കുട്ടികളുണ്ട്. ഇവർക്കൊക്കെ ഇത് ബാധിക്കത്തില്ലേ? അപ്പോൾ ഈ രീതിയിൽ അവഗണനയും അവഹേളനവും അവർക്ക് ഏർപ്പെടാൻ ഉണ്ടാകുന്ന സാഹചര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെജോറിറ്റി ഓഫ് ദം ഇൻവോൾവിങ് സെയിം ക്രൈം. അതിനെ സാധൂകരിക്കുന്ന രീതിയിലുള്ള വർത്തമാനങ്ങൾ. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇതാണ് ഏറ്റവും നമ്മൾ മനസ്സിലാക്കേണ്ട, നമ്മൾ ഭയപ്പെടേണ്ട ഒരു കാര്യം. നിങ്ങൾ ഇന്ന് ഈ ഒരു തെറ്റിനെ ന്യായീകരിച്ചാൽ നാളെ നല്ല കാര്യം നിങ്ങൾ ചെയ്താലും അത് തെറ്റാണ് എന്ന് ആരെങ്കിലും പറയുമ്പോൾ അല്ല, അതങ്ങനെയല്ല എന്ന് പറയുമ്പോൾ ആരും വിശ്വസിക്കാൻ പോലും തയ്യാറാവില്ല. കാരണം നിങ്ങൾ മുൻപ് തെറ്റിനെയാണ് ന്യായീകരിച്ചുകൊണ്ടിരുന്നത്. ഇനിയും വൈകിട്ടില്ല എന്നുള്ളത് മാത്രമാണ് വസ്തുത. നമ്മുടെ നാട്ടിൽ മനസ്സിലാകാതെ വണ്ണം ഒരു മാരകമായ വിഷം ഇങ്ങനെ കലർന്ന് പടർന്ന് പന്തലിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ വ്യക്തി സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവുമുള്ള നമ്മുടെ രാജ്യത്ത് ആ അഭിപ്രായ സ്വാതന്ത്ര്യം ഉപയോഗിക്കുന്നത് നമ്മളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്നവരെ തകർക്കാനാണ് എന്നുള്ളതാണ് ഏറ്റവും ഭീകരമായ കാര്യം. അത്തരത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെ ഉപയോഗിക്കുന്നതിൽ നിന്ന് കർശനമായ വിലക്കുകൾ വേണ്ട അനിവാര്യമായ ഒരു ഘട്ടത്തിലാണ് നമ്മളുള്ളത്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമായി മനാഫിനെ മുന്നോട്ട് വയ്ക്കാം. ഒരു റിട്ടയർഡ് ജഡ്ജി ഇരുന്നു കൊണ്ട് കാര്യം പറയുകയാണ്. എന്തടിസ്ഥാനത്തിലാണ് ഈ രീതിയിൽ പറയുന്നത്? തീവ്രവാദ മെന്റാലിറ്റി ഉള്ള കുറേ മനുഷ്യർക്കിടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. നിസ്സഹായതയോടുകൂടി ഒരു മനുഷ്യൻ പറയുകയാണ്. അദ്ദേഹം റിട്ടയർഡ് ജഡ്ജിയാണ്, കമാൽ പാഷ. അദ്ദേഹത്തിന്റെ വാക്കുകളാണത്. അത് അത്രത്തോളം ഭീകരമായി അദ്ദേഹത്തിന് പോലും മനസ്സിലാകുന്ന രീതിയിൽ ഈ കാര്യം പബ്ലിഷ് ചെയ്തിട്ടും
ഇനിയും ഇതിനെതിരെ ആക്ഷൻ എടുക്കാത്തത് കഷ്ടമല്ലേ? ഒരു വിഭാഗം ജനതയെ ക്രൂരമായ രീതിയിൽ ആക്രമിക്കുന്ന ഇയാൾക്കെതിരെ ഒരു 3-4 കേസ് ഓൾറെഡി രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. വീണ്ടും അയാൾ ഇരുന്നു കൊണ്ട് നിർബാധം ഈ മതത്തിനെതിരെയും ഈ മതവാദികൾക്കെതിരെയും മതത്തിൽ ജീവിക്കുന്ന സാധാരണ മനുഷ്യർക്ക്, ഇതിലൊന്നും പെടാത്ത മനുഷ്യർക്കെതിരെയും ആഹ്വാനം ചെയ്യുകയാണ്. അവർ മോശക്കാരാണ്, അവർ കൊലപാതകികളാണ്, അവർ അങ്ങനെയാണ്. ഈ രീതിയിൽ തന്നെ അവരെ കൺസേൺ ചെയ്ത് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇയാൾ താമസിക്കുന്ന ഒരു സിറ്റുവേഷൻ എവിടെയാണെന്ന് അറിയത്തില്ല. അവിടെയുള്ള ജനങ്ങൾക്ക് എന്താ ബോധമില്ലേ? ഇത് ഇന്നിപ്പോൾ മൈനോറിറ്റി എന്നറിയപ്പെടുന്ന രീതിയിൽ ഇസ്ലാമിയർ ഇവിടെ മൈനോറിറ്റിയാണ്. അതേസമയം നിങ്ങൾ മെജോറിറ്റി ആയിട്ടുള്ള ഒരു വിഭാഗം, നിങ്ങൾ മൈനോറിറ്റി ആയിട്ടുള്ള ഒരു സ്ഥലത്ത് തിരിച്ചടി കിട്ടുമെന്നുള്ളത് തർക്കമില്ലാത്തൊരു കാര്യമല്ലേ? അന്ന് നമുക്കിത് നിഷേധിക്കാൻ പറ്റുമോ? ഏറ്റവും നല്ല കാര്യം ഇത്തരക്കാരെ നമ്മളുടെ രാജ്യത്തെ നിയമങ്ങൾ എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കുകയും നമ്മുടെ രാജ്യത്ത് മുന്നോട്ട് വയ്ക്കുന്ന മൂല്യം, അതായത് നാനാത്വത്തിൽ ഏകത്വമെന്നും മതേതരത്വമാണ് ഇവിടുത്തെ ഏറ്റവും വാല്യൂ ആയിട്ടുള്ള ഒരു സംഗതി എന്നും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ സാധാരണ പൗരന്മാർക്ക് സാധിക്കണമെന്നുള്ളതാണ്. ഇത്തരക്കാരെ വർഗീയത ചുമന്നുകൊണ്ട് നടക്കുന്ന സംഘിവാണങ്ങളെ ഒരു പടി അകലെ നീക്കി നിർത്തുക. ദ സെയിം മാനറിൽ സുഡാപ്പികളെയും വർഗീയതയാണ് പറയുന്നതെങ്കിൽ നീക്കി നിർത്തുക അവരെ. നമ്മളുടെ ഏഴയലത്ത് അടിപ്പിക്കാതിരിക്കുക. കൃത്യമായി കാര്യങ്ങൾ അനലൈസ് ചെയ്ത് പറഞ്ഞ നിരീശ്വരവാദികളെ ഒറ്റപ്പെടുത്താൻ നിങ്ങൾ കാണിക്കുന്ന ഉത്സാഹം ഒന്നു മാത്രം മതി ഇവറ്റകൾ നന്നാവാൻ. നിങ്ങൾക്ക് നിരീശ്വരവാദികളെയും അല്ലാതെ ഇതുപോലുള്ള സമത്വത്തിന് വേണ്ടി സംസാരിക്കുന്ന ഫെമിനിസ്റ്റുകളെയും കാണുമ്പോൾ ഛർദ്ദിക്കാൻ വരും. അവരാണ് നാളെയുടെ വാഗ്ദാനമെന്ന് ഞാൻ പറയും. കാരണം എങ്ങും പെടാതെ, ആരിലും പെടാതെ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി ശാസ്ത്രാവബോധത്തോടുകൂടി ജനങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കാൻ സാധിക്കുന്ന ഒരേ ഒരു വിഭാഗം അവർ മാത്രമാണ്. ആ വിഭാഗത്തിനെ അടിച്ചാക്ഷേപിക്കുകയും ഒതുക്കാനും ശ്രമിക്കുന്ന കുൽസിത ശ്രമങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ട് ഇത്തരം വർഗീയത പറയുന്നവരെ മാറ്റി നിർത്താൻ ശ്രദ്ധിച്ചുകൂടെ? എല്ലാവർക്കും ചരിത്രങ്ങളുണ്ട്. അത് ഹിന്ദു മത സംസ്കാരത്തിനായാലും മുസ്ലിം ക്രൈസ്തവർക്കായാലും എല്ലാവർക്കും ചരിത്രങ്ങളുണ്ട്. ഈ ചരിത്രങ്ങളൊന്നും തന്നെ നല്ല ഭേഷായ സുന്ദര സുമുഖമായ ചരിത്രങ്ങളല്ല. നമുക്ക് പറയാനാണെങ്കിൽ, കളിയാക്കാനാണെങ്കിൽ എല്ലാത്തിലുമുണ്ട് വൈരുദ്ധ്യം, എല്ലാത്തിലുമുണ്ട് വൈകൃതം, പാതിവൃത്യവുമുണ്ട്, അതേപോലെ അവിഹിതങ്ങളുമുണ്ട്, എല്ലാത്തിലുമുണ്ട്. ഒരു രീതിയിലും നമുക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റാത്ത ഇന്നത്തെ സമകാലികമായിട്ടുള്ള ഇന്നത്തെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ ഒരു കാരണവശാലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്രയും തക്കവണ്ണമുള്ള ഭോഷത്തരങ്ങൾ ആ കാലഘട്ടത്തിൽ നടന്നിരുന്നു. നമുക്കതിനകത്ത് സമാധാനിക്കാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം അക്കാലഘട്ടത്തിലായിരുന്നല്ലോ എന്നാണ്. അത് ഇന്നും ഫോളോ ചെയ്യണമെന്നും അത് ഇന്നും പ്രാവർത്തികമാക്കണമെന്നും പറയുന്ന ഇസ്ലാമിയരായിരുന്നാലും ശരി തന്നെ, സംഘികളായിരുന്നാലും ശരി തന്നെ, കാലത്തിനൊത്ത് സഞ്ചരിക്കാത്ത ഇവരെ ഒറ്റപ്പെടുത്തുകയല്ലാതെ വേറെ മാർഗമില്ല എന്നുള്ളതാണ്. അപരവൽക്കരണം ഏർപ്പെടുത്തിക്കൊണ്ട് സ്വയം അപരവൽക്കരണം എന്ന ഒരു കൂട്ടിനകത്ത് കയറിയിരിക്കുന്ന മനുഷ്യർ ചെയ്യുന്നത് എന്താണെന്നറിയാമോ? അങ്ങനെ അല്ലാത്ത മനുഷ്യരുടെയും കൂടെ ജീവിതം കഷ്ടത്തിലാക്കുകയാണ് എന്നുള്ളതാണ്. മനാഫ് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇത്തരം വൃത്തികേടുകൾ കെട്ടത്? ആ മനുഷ്യൻ ജോലിക്ക് വെച്ചത് ഇസ്ലാം മതത്തിലുള്ള ഒരു പയ്യനെയല്ല. ഇവിടെ ധാരാളം കിട്ടും ഇസ്ലാം മതത്തിലുള്ള ആൾക്കാർ ജോലിയും കൂലിയൊന്നും ഇല്ലാതെ നടക്കുന്നുണ്ട്. അദ്ദേഹം അങ്ങനെ ചൂസ് ചെയ്തില്ല. പണി അറിയാവുന്ന ഒരുത്തനെ അവൻ്റെ മതം നോക്കാതെ, ജാതി നോക്കാതെ അവനെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ആ മനുഷ്യനുണ്ട്. പക്ഷേ അത് അംഗീകരിക്കത്തില്ല. എന്തുകൊണ്ടാണ്? ഇസ്ലാം ആണ് എന്നൊരൊറ്റ കാരണം കൊണ്ട്. മതവാദവും വർഗീയവാദവും പറയുന്ന ഓരോ വ്യക്തിയും രാജ്യത്തിൻ്റെ അപമാനവും രാജ്യത്തിനെ അപകടകരത്തിലാക്കുന്ന വ്യക്തിഗത ജന്മങ്ങളുമാണ് എന്നുള്ളതാണ് വസ്തുത. മനാഫിൻ്റെ വിഷയത്തിൽ ഒരുപാട് കാര്യങ്ങൾ എടുത്തു വെച്ച് പറയണമെന്നുണ്ടായിരുന്നു. കാരണം പെങ്ങളുടെ കേസ് പറയുന്നുണ്ട്, അവളെ ഇഗ്നോർ ചെയ്തു, അവനെ ഇഗ്നോർ ചെയ്തു, അച്ഛൻ ഇഗ്നോർ ചെയ്തു. നിങ്ങൾ ഈ മൈന്യൂട്ട് കാര്യങ്ങളെടുത്ത് എൻലാർജ് ചെയ്ത് പറയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് അറിയാമോ? ഇത് കേൾക്കുന്നവർക്കും ഇതിനകത്ത് എന്തെങ്കിലും സത്യമുണ്ടോ എന്നൊരു തോന്നലുണ്ടാവും. വാസ്തവത്തിൽ ഇതൊന്നും തന്നെ സത്യത്തിനെ പുലബന്ധം പോലും ഇല്ലാത്ത കാര്യങ്ങളാണ് എന്നുള്ളത് വസ്തുത. മനാഫ് എന്ന് പറയുന്ന വ്യക്തി അയാളുടെ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാനോ അയാളുടെ പേഴ്സണൽ ലാഭത്തിനോ വേണ്ടി ചെയ്തതല്ല. ഒരു കാര്യത്തിൽ അയാൾ പേഴ്സണൽ ലാഭം നോക്കിയിട്ടുണ്ട്. അത് ഇതാണ്: താൻ കുറ്റക്കാരനാണ് എന്ന് പറഞ്ഞ ഒരു വിഭാഗം ജനതയ്ക്ക് താൻ കുറ്റക്കാരനല്ല എന്ന് തെളിയിക്കാൻ പുള്ളി മുന്നിട്ടിറങ്ങി നിന്നു എന്നുള്ളത് വസ്തുത. അതിനപ്പുറം ബാക്കിയൊക്കെ വൃത്തികേടുകളാണ്. പക്ഷെ അയാൾ കൊണ്ടുകയറി ഇത്രയും ദിവസങ്ങൾക്ക് ഇപ്പുറവും ഇത് ഞാൻ നേടിയെടുക്കുമെന്നുള്ള വാശിയിൽ പുള്ളി അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ വിജയം തന്നെയാണ്. അതുപോലും അംഗീകരിക്കാതെ വീണ്ടും ഇരുന്നു കൊണ്ട് പോക്കൃത്തരം പറയുന്നവന്മാർക്ക് നടുവിരൽ നമസ്കാരം എന്നതേ ഉള്ളൂ. ഈ രാജ്യത്തിൻ്റെ അഖണ്ഡത, ഈ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വത്തിന് കടയ്ക്കൽ കത്തിവെക്കുന്നത് RSS എന്ന് പറയുന്ന വർഗീയ കോമരങ്ങളാണ്. ഈ കോമരങ്ങളാണ് ഈ രാജ്യം നശിപ്പിക്കാനായിട്ട് ഇറങ്ങി നിൽക്കുന്നത്. ഇവർ കാരണം നശിപ്പിക്കപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരുപാട് സമയം വേണം. അതൊരു ചെറിയ ഡിബേറ്റ് അല്ല, ഒരു ചെറിയ കാര്യമല്ലാത്തത് കൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്യുന്നു. ബട്ട് സ്റ്റിൽ
RSSകാരാണ് ഈ വർഗീയത ഇവിടെ വളർത്തിക്കൊണ്ടുവന്നത്. എന്ന് ഇവർ അധികാരത്തിൽ വന്നോ അന്ന് തൊട്ട് ഇന്ത്യൻസ് എന്നത് മാറി ഞാൻ നീ എന്ന വിഭാഗീയത ഇവിടെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. എപ്പോഴും അത് തന്നെയാണ്. നിന്റെ മതം എന്താ, നിന്റെ ജാതി എന്താ എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ താഴ്ന്നിറങ്ങി. ഭരണഘടനയിൽ കർശനമായി വിലക്കിയിട്ടുണ്ട് ജാതി മത വർഗ വർണ്ണ വ്യത്യാസത്തിൽ ലിംഗാടിസ്ഥാനത്തിൽ പോലും വേർതിരിവ് പാടില്ല എന്ന് പറയുന്ന ഭരണഘടന വിശ്വസിക്കുന്ന അനുസരിച്ച് ജീവിക്കുന്ന നമ്മൾക്ക് പോലും അപമാനകരമാകുന്ന രീതിയിലുള്ള RSS സംഘികളെ ഒരു കാരണവശാലും ചേർത്ത് പിടിക്കാതിരിക്കുക എന്നുള്ളതാണ്. മതം നോക്കി ഇത്തരം സംഘിവാണങ്ങൾ പലതും പറയുമ്പോൾ സഹോദര തുല്യരായവർ പോലും മാറി നിന്ന് ചിന്തിക്കുന്നത് മറ്റൊരു രീതിയിലാണെങ്കിൽ ഒന്നും ചെയ്യാനാവില്ല. ഒരു കാര്യം മനസ്സിലാക്കുക, വിഷജന്തുക്കൾ അവിടെ ഇരുന്നു കൊണ്ട് കുരയ്ക്കുമ്പോൾ നിങ്ങളത് അംഗീകരിക്കുകയും കേൾക്കാൻ തയ്യാറാവുകയും അതിനെതിരെ പ്രതികരിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ വളർത്തുന്നത് വർഗീയത തന്നെയാണ്. നിങ്ങൾക്ക് മാത്രമേ അതിനെ തിരിച്ചറിയാനും തിരിച്ചു പറയാനും സാധിക്കുകയുള്ളൂ എന്നുള്ളത് വാസ്തവം. പലരും അവരവരുടെ ലാഭത്തിന് വേണ്ടിയിട്ട് സത്യാവസ്ഥ മൂടി വെച്ചുകൊണ്ട് താൽക്കാലികമായ ഒരു ആശ്വാസം അല്ലെങ്കിൽ താൽക്കാലികമായിട്ടുള്ളൊരു ഇൻകം സോഴ്സിന് വേണ്ടിയിട്ട് പലതും എടുത്തു വെച്ച് മറച്ചു വെച്ചിട്ട് വീഡിയോ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ വിഷയത്തിൽ വർഗീയത മാത്രമാണ് ഈ മനാഫ് എന്ന വ്യക്തിയെ ഈ രീതിയിൽ തളർത്തിയതും അവഹേളിച്ചതും എന്നുള്ളത് തർക്കമേ വേണ്ട. ഇപ്പോഴും ഇരുന്നു കൊണ്ട് പ്രസംഗിക്കുന്ന ഇവന്മാർ ആ നാട്ടിലുള്ള ആളുകൾ ചുണയോടുകൂടി തീരുമാനമെടുത്ത് ഒഴിവാക്കുകയാണ് വേണ്ടത്, മനസ്സിലാക്കി കൊടുക്കുകയാണ് വേണ്ടത്. ഇവനൊന്നും ശ്വാസം കിട്ടാതെ പെടയുമ്പോൾ ഇവൻ ആഹാരം കൊടുക്കേണ്ടത് ഇസ്ലാമിൻ്റെ നിന്നുള്ളൊരു വ്യക്തിയായിരിക്കണം. അപ്പം ഇവന് മനസ്സിലാവും മതമല്ല വലുത് മനുഷ്യനാണെന്ന്. എന്നാണ് ഈ മതം ഉണ്ടായത്? നമ്മൾ ഉണ്ടായ കാലത്തോട്ട് മതമുണ്ടോ? ഇല്ല. മനുഷ്യന് വേണ്ടി നിർമ്മിക്കപ്പെട്ട മതങ്ങളൊക്കെ തന്നെ മനുഷ്യനെ ഇല്ലാതാക്കാൻ തുനിഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ് വസ്തുത. എവിടെ മതച്ചണ്ടകളുണ്ടോ, മതത്തിന് വേണ്ടിയിട്ട് ആക്രമണങ്ങളുണ്ടോ, അവിടെയൊന്നും സ്വസ്ഥത എന്ന് പറയുന്ന കാര്യം ഇല്ല. അത് ഇസ്ലാമിക രാജ്യമായാലും ശരി, യഹൂദ രാജ്യമായിരുന്നാലും ശരി, ക്രൈസ്തവ രാജ്യമായിരുന്നാലും ശരി, ഹിന്ദു രാജ്യമായിരുന്നാലും ശരി. ഹിന്ദു രാജ്യം വരുന്നതിലൊന്നും ഇവിടെ ആർക്കും ഒരു വേദനയുമില്ല. എനിക്ക് പേഴ്സണലി ഇല്ല. എന്ത് രാജ്യം വന്നാലും ഇന്ത്യയായി നിൽക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഹിന്ദുത്വം വന്നെന്നോ ഇസ്ലാം മതം വന്നെന്നോ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ആർക്കും ഒരു കംപ്ലൈൻറ്റും ഇല്ല. അതൊക്കെ വെറും വീൺ വാശികളാണ്. 100 വർഷത്തിനപ്പുറം നിനക്കൊന്നും ജീവിക്കാൻ പോലും പറ്റത്തില്ല. അടുത്തൊരു തലമുറ സുരക്ഷിതമായി ജീവിക്കണമെങ്കിൽ നമ്മുടെ മക്കൾക്കെങ്കിലും മാന്യത പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. ഇത് ഒരു ചെറിയ സബ്ജക്റ്റ് അല്ലാത്തത് കൊണ്ട് മാത്രം ഞാൻ ചുരുക്കുന്നു. ബട്ട് സ്റ്റിൽ ഇപ്പോഴും എനിക്ക് പറയാനുള്ളത് മനാഫ് ഏറ്റവും വലിയൊരു ഉദാഹരണവും ഒരു എരയും മാത്രമാണ്. ഈ വർഗീയതയുടെ ഏറ്റവും വലിയൊരു എര. പിന്നെ ജസ്റ്റിഫൈ ചെയ്യുന്നതിനോടോ അല്ലെങ്കിൽ അയാളെക്കുറിച്ച് കുറച്ചധികം വിപുലമായി കുറേ കാര്യങ്ങൾ പറയുന്നതിനോടൊന്നും എനിക്ക് താല്പര്യമില്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസരത്തിനൊത്ത് അയാളും അത് ഉപയോഗിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പേഴ്സണലി പറയുകയാണെങ്കിൽ ഒരു വ്യക്തിക്ക് ചെയ്യാൻ കഴിയുന്നതിൻ്റെ മാക്സിമം അയാളത് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റീസൺ അയാളെ കളിയാക്കിയും കുറ്റപ്പെടുത്തിയവരുമാണ്. ഇതിനെതിരെ വീഡിയോ ചെയ്ത ഒരുപാട് വ്യക്തികളുണ്ട്, ചന്ദനക്കടത്ത് മറ്റതെന്നൊക്കെ പറഞ്ഞിട്ട്. ഒരാളും തിരുത്തി ഞാൻ കണ്ടിട്ടുമില്ല. തങ്ങൾക്ക് തെറ്റ് സംഭവിച്ചു, ആ ബോഡി അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് എന്ന് തിരുത്തി പറയണതും കണ്ടിട്ടില്ല. എന്തും നമുക്ക് പറയാൻ എളുപ്പമാണ് കേട്ടോ. ആ പറയുന്ന സമയത്ത് ആളുകളുടെ റിയാക്ഷൻ മറ്റൊരു രീതിയിലാണെങ്കിൽ നഷ്ടപ്പെടുന്ന ഒരു ജീവനും കൂടെയാണ്. ഒരു കുടുംബം ഒന്നടങ്കം ഇല്ലാണ്ടാകുമായിരുന്നു. സംയമനം അവർക്ക് ചുറ്റുമുള്ളവർ പാലിച്ചതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് ഇന്ന് അദ്ദേഹം ജീവിച്ച് തന്നെ ഇരിക്കുന്നത്. സോ ദാറ്റ്സ് മൈ പോയിന്റ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു സോ മച്ച്.